നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്, പക്ഷേ ജീവനക്കാർക്കെല്ലാം ഇന്ന് വർക്കിംഗ് ഡേ ആണ് എന്നത് മറക്കണ്ട. ഇനി വാർത്തയിലേക്ക് വന്നാൽ, കശ്മീർ താഴ്വര ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ഇന്ന് റെയിൽവേ ലൈൻ വഴി കണക്ട് ആകും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചെനാബ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. നമ്മൾ ഓരോ ഭാരതീയനും ഇതൊരു അഭിമാന നിമിഷമാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. KC വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശത്തിനെതിരെ ഇന്ന് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൺവെൻഷൻ നടത്താൻ CPM. പെരുന്നാൾ തലേന്നായതിനാൽ ആര്യടൻ ഷൗക്കത്തിന് ഇന്ന് പൊതുപരിപാടിയില്ല. ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കും. NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ഇന്ന് ചുങ്കത്തറയിൽ. ജമ്മു കശ്മീർ ഖത്ര ആദ്യ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള കശ്മീർ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം ചെനാബും നാടിന് സമർപ്പിക്കും. ഗൾഫ് നാടുകളിൽ ഇന്ന് ബലിപെരുന്നാൾ. പ്രാർത്ഥനാമുഖരിതമായി പള്ളികൾ. മക്കയിലും മദീനയിലും വിശ്വാസികളുടെ തിരക്ക്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല CEO ഇലോൺ മസ്കും തമ്മിലുള്ള വാക്പോര് രൂക്ഷം. മസ്കിന്റെ കമ്പനികൾക്കുള്ള സർക്കാർ സഹായം നിർത്തലാക്കണമെന്ന ട്രംപ്. പിന്നാലെ ടെസ്ല ഓഹരികളിൽ ഇടിവ്. ട്രംപിനെതിരെ ഗുരുതര ആരോപണവുമായി മസ്ക്. ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ആരോപണ ഡയറിയിൽ ട്രംപിന്റെ പേരുണ്ടെന്ന് മസ്ക്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. 24 മണിക്കൂർ സേവനം നിലച്ചിട്ട് ദിവസങ്ങൾ. വൈറൽ പനി വ്യാപിക്കുമ്പോൾ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ സ്പെയിൻ ഫൈനലിൽ. ഫ്രാൻസിനെ തകർത്തത് 4-നെതിരെ 5 ഗോളുകൾക്ക്. ഫൈനലിൽ എതിരാളി പോർച്ചുഗൽ. നമുക്കാദ്യം നിലമ്പൂരിലേക്ക് പോകാം. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് നിലമ്പൂർ. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് എടക്കര പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ പഞ്ചായത്തിലുമാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. ചിഹ്നം അനുവദിച്ചതോടെ PV അൻവറും ഇന്ന് മുതൽ പ്രചാരണത്തിൽ സജീവമാകും. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനായുള്ള കളം മുറുകി കഴിഞ്ഞിരിക്കുകയാണ്. KC വേണുഗോപാലിന്റെ ആരോപണമാണ് ഏറ്റവും ഉയർത്തിക്കാട്ടി LDF ഒരു ആയുധമാക്കാൻ പോകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവശ്യത്തിൽ തന്നെയാണ് നിലമ്പൂർ മുന്നോട്ട് പോകുന്നത്. നിലവിലുണ്ടായിരിക്കുന്ന വിവാദ വിഷയങ്ങളെല്ലാം തന്നെ വളരെ സജീവമായി തന്നെയാണ് ഇരു മുന്നണികളും ഒപ്പം തന്നെ NDAയും ഉയർത്തുന്നത്. കഴിഞ്ഞ തവണ, അതായത് മുൻപ് പല തവണയായി മലപ്പുറത്തെക്കുറിച്ച് CPM നേതാക്കൾ മുഖ്യമന്ത്രി അടക്കം നടത്തിയ പരാമർശങ്ങളാണ് പ്രധാനമായും UDF ആയുധമാക്കുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ KC വേണുഗോപാൽ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ, പെൻഷൻ ഒന്നിച്ചു കൊടുക്കുന്നത് കൈക്കൂലിയായിട്ടാണ് എന്ന തരത്തിലായിരുന്നു KC വേണുഗോപാലിന്റെ പരാമർശം. ആ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ CPM വളരെ ശക്തമായി തന്നെ രംഗത്തെത്തുകയും അത് പ്രചരണ വിഷയമായി ഉയർത്തുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് A വിജയരാഘവൻ പങ്കെടുത്തുകൊണ്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ രാവിലെ 10 മണിക്ക് നിലമ്പൂരിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികൾ, ഒപ്പം തന്നെ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് NDA അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നത്. പെരുന്നാളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആര്യടൻ ഷൗക്കത്ത് ഇന്ന് പ്രചരണത്തിൽ സജീവമാകില്ല, പൊതുപരിപാടികൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുക. അതേസമയം പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. മറ്റ് നിർണായക കൂടിക്കാഴ്ചകളും മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. പ്രധാന നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. LDFനെ സംബന്ധിച്ചും പ്രധാന നേതാക്കൾ മണ്ഡലത്തിലേക്ക് വരികയാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ മന്ത്രിമാരെല്ലാം തന്നെ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ CPMഉം ഒപ്പം തന്നെ LDFും നിർദ്ദേശം നൽകുകയും നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ 8, 9 തീയതികളിലൊക്കെ തന്നെ V ശിവൻകുട്ടി, ഒപ്പം തന്നെ OR കേളു, അതോടൊപ്പം തന്നെ
പി രാജീവ് അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ മുഹമ്മദ് റിയാസ് അടക്കം ആ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഓരോ പരിപാടികൾ കേന്ദ്രീകരിച്ച് അവർ മുന്നോട്ട് പോകുക. ഒപ്പം തന്നെ വീടുകൾ കേന്ദ്രീകരിച്ച് മന്ത്രിമാരെ അടക്കം രംഗത്തിറക്കിയുള്ള നീക്കമാണ്. 13 മുതൽ മുഖ്യമന്ത്രി മണ്ഡലത്തിൽ സജീവമാകുമെന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതലയിലേക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ 13 ശേഷമുള്ള നിർണായക ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. 19-നാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അതിനോട് അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും LDF പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. NDA സംബന്ധിച്ച് ഇന്നലെ തന്നെ വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടക്കമായിരിക്കുന്നത്. സുരേഷ് ഗോപി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു. ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് പ്രധാനമായും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആവശ്യത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ അൻവർ ഇന്നലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അൻവർ ഉറപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ചിഹ്നം ലഭിച്ചിട്ടുണ്ട്. ആ ചിഹ്നം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ സജീവമായി തന്നെ PV അൻവർ പ്രചരണത്തിനിറങ്ങും. ഇരു മുന്നണികൾക്കുമെതിരായ ഒരു നിലപാടാണ് PV അൻവർ മുന്നോട്ട് വെക്കുന്നത്. CPM-നും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേ സമയം തന്നെ VD സതീശനെയും കടന്നാക്രമിക്കുന്നു. ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളെ അദ്ദേഹം ഒരുപക്ഷെ വളരെ വിമർശിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ VD സതീശനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന തരത്തിൽ തന്നെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ UDF പ്രവേശനത്തെ അടക്കം തടയിട്ടത് PV അൻവറിന്റെ UDF പ്രവേശനത്തെ തടയിട്ടത് VD സതീശനാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കം നടക്കുന്നത്. അതായത് പിണറായി സത്തെ തോൽപ്പിക്കാനാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പിണറായി സത്തിനെ സഹായിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തടക്കം ഉണ്ടായി എന്നുള്ളതാണ് അൻവർ ആരോപിക്കുന്നത്. ഏതായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ കാലത്ത് ഒന്നും തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ കേരളം കാണാത്ത തരത്തിലുള്ളൊരു ആവേശ പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സ്ഥാനാർത്ഥികൾ അവരുടെ കഴിവിനൊത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ മുന്നണികളാണെങ്കിലും വളരെ വീറും വാശിയോടുകൂടി തന്നെ ഓരോ മേഖലയിലും വോട്ടുകൾ എത്രത്തോളം തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. NDA ആണെങ്കിൽ മലയോര മേഖലകളിലെ വോട്ട് ശേഖരിക്കുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി ആ വോട്ട് പൂർണ്ണമായും തങ്ങളിലേക്ക് എത്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് NDA വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അത്തരമൊരു സ്ഥാനാർത്ഥിയെ കൂടി അവർ നിർത്തുകയൊക്കെ ചെയ്തത്. ഏതായാലും നിർണായക പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. CPM-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായി മാത്രമല്ല ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരു ട്രയൽ റണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ മുന്നോട്ട് വെച്ച നയങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് തെളിയിക്കാൻ LDF-നും ഒപ്പം തന്നെ CPM-നും കഴിയും. മറുവശത്ത് സർക്കാർ തെറ്റായ ദിശയിലാണ് പോകുന്നതെന്ന വലിയ കൃത്യമായ ആരോപണമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. അതിന് ബലം നൽകുന്നതായി ഈ തെരഞ്ഞെടുപ്പ് മാറ്റുക എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF അനുകൂലമായ ചില ചായ്വുണ്ടാകും. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് UDF ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് NDA-യുടെ തന്ത്രം. അതിന്റെ ഭാഗമായി കൂടിയാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയും ഒപ്പം തന്നെ അടിയൊഴുക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൂടി NDA-യും കളത്തിലിറക്കിയിരിക്കുന്നത്. പ്രശാന്ത്, മറ്റൊരു കാര്യം, പ്രശാന്ത് നിലമ്പൂരിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇനി തെരഞ്ഞെടുപ്പിന് ഇനി 12 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ ചുറ്റും നോക്കുമ്പോൾ അവിടുത്തെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അൻവർ എത്തരത്തിലുള്ളൊരു വികസന പ്രവർത്തനങ്ങളായിരിക്കും അവിടെ നടത്തിയിട്ടുള്ളത്? അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇനി അൻവറിൻ്റെ ഒരു പ്രചരണ തന്ത്രങ്ങളൊക്കെ. ഐശ്വര്യ, നിലമ്പൂരിനെ സംബന്ധിച്ച് അവർ വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ചർച്ചയാക്കുന്നത് പ്രധാനമായും ഇവിടുത്തെ വന്യജീവി സംഘർഷവും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. വികസനം, സ്കൂളുകൾ, കോളേജുകൾ, പുതിയ സംവിധാനങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അൻവർ അവകാശവാദമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം നിലമ്പൂർകാർ പറയുന്നത് ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അപ്പുറത്തേക്ക് ഒന്നും നിലമ്പൂരിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ കിഫ്ബി റോഡും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി തന്നെയാണ് അൻവർ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലാകെ തന്നെ വികസനത്തിന്റെ പുതിയ മുഖം നിലമ്പൂരിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അൻവർ അവകാശപ്പെടുന്നു. മാത്രമല്ല LDF തുടരും, നിലമ്പൂർ വളരുമെന്ന് LDF-ന്റെ അതായത് M സ്വരാജിന്റെ പ്രചരണ ആയുധവും അത് തന്നെയാണ്, പ്രചരണ വാക്യവും അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫ്ലെക്സിലടക്കം അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. LDF തുടരും, നിലമ്പൂർ വളരും എന്ന് തന്നെയാണ്. അതായത് ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ മേന്മയായാണ് LDF ഉയർത്തി കാണിക്കുന്നത്. അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തരത്തിലുള്ള വികസനവും മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഈ കഴിഞ്ഞ 9 വർഷക്കാലം PV അൻവറിന് കഴിഞ്ഞില്ല എന്ന ആരോപണമാണ് UDF ഉയർത്തി കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നീക്കം നടത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല രാഷ്ട്രീയമായി പിന്നോട്ട് പോകുന്ന സാഹചര്യം
സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊന്ന് നിലമ്പൂരിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചവനെ മലയോര മേഖലയാണ്. ഒപ്പം തന്നെ വന്യജീവി ആക്രമണങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താനും MLAക്ക് കഴിഞ്ഞില്ല, സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നിരവധി മരണങ്ങളാണ് കാട്ടാനാക്രമണത്തിലടക്കം നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. വനം വകുപ്പുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നിലമ്പൂരിൽ നിൽക്കുന്നുണ്ട്. അതെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് പ്രധാനമായും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും നിലമ്പൂരിൽ വികസനം ഒരു ചർച്ചയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടി നിലമ്പൂരിൽ സജീവമാക്കിയിട്ടുണ്ട്. മലപ്പുറവുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപ് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ, പക്ഷേ മലപ്പുറം ജില്ല രൂപീകരണത്തിനെതിരെ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഇത് LDF ആയുധമാക്കുന്നു. അതിശക്തമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വികസനത്തിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ മാനങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ശരി, പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലത്തിലൂടെ ഇനി കശ്മീരിലെത്താം. കശ്മീർ കത്ര ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലവും മോദി നാടിന് സമർപ്പിക്കും. നൂറ്റാണ്ടിന്റെ വിസ്മയമായ ശിവാലിക് താഴ്വരയിലെ കഠിന വഴികളിലൂടെ തീവണ്ടിപ്പാത നിർമ്മിക്കാൻ 1 നൂറ്റാണ്ട് മുൻപ് കശ്മീരിലെ രാജാക്കന്മാർ കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കശ്മീരിലെ സങ്കൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കാണ് റെയിൽപാത. വന്ദേ ഭാരതാണ് ആദ്യം ഓടുക. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലത്തിലൂടെയാണ് പാത. ചെനാബ് പാലത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ജമ്മു കശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ചെനാബ് പാലം. കത്രയിലേക്കുള്ള പാതയിലാണ് ഈ പാലം. വൈഷ്ണവോ ദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന കത്ര പ്രദേശത്തേക്ക് ദിവസവും ഒട്ടേറെ ഭക്തരാണ് എത്തുന്നത്. ഇതുവരെ കാൽനടയായോ ബോട്ട് മാർഗമോ എത്തിയിരുന്നിടത്താണ് ഇനി ട്രെയിൻ എത്തുക. 272 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 38 തുരങ്കങ്ങളും 927 പാലങ്ങളുമുള്ള കശ്മീർ റെയിൽവേ പദ്ധതിയുടെ ഭാഗമാണ് ഈ പാത. ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിലൊന്നായാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലമെന്ന സവിശേഷതയും ചെനാബ് പാലത്തിനുണ്ട്. 1892 മാർച്ച് 1 മഹാരാജ് പ്രതാപ് സിംഗ് ആണ് ജമ്മു ശ്രീനഗർ റെയിൽപാലത്തിന് ആദ്യമായി തറക്കല്ലിട്ടത്. പിന്നീട് 1898 മഹാരാജ രൺബീർ സിംഗ് ജമ്മു ശ്രീനഗർ റെയിലിന് വീണ്ടും തറക്കല്ലിട്ടു. ഇതോടെ കശ്മീർ താഴ്വരയിലേക്ക് ഒരു റെയിൽപാലം എന്ന ആശയം ആദ്യമായി ഉയർന്നു വന്നു. 2002 കേന്ദ്ര സർക്കാർ ഈ റെയിൽപാത ഒരു ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചു. 2024 പദ്ധതി പൂർത്തീകരിക്കുകയും കഴിഞ്ഞ വർഷം വന്ദേ ഭാരത് ആദ്യ ട്രെയിൻ റൺ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇനിയൊരു സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കായംകുളം KPACക്ക് സമീപം ദേശീയപാതയ്ക്കടുത്ത കുഴിയിൽ വീണ യുവാവ് മരിച്ചു. കായംകുളം സ്വദേശി ആരോമലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. അതേസമയം മറ്റൊരു പ്രദേശത്ത് മറ്റൊരു യുവാവും അപകടത്തിൽപ്പെട്ടു. വിശദാംശങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, ആലപ്പുഴ കായംകുളം ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്താണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു സൂചനാ ബോർഡൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്? ഐശ്വര്യ, ഈ ദേശീയപാത വീണ്ടും അപകടക്കണി ഒരുക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. അതായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല മേഖലകളിലും ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ രീതികളാണ് ഇത്തരത്തിലേക്ക് അപകടത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശത്തും സമാനമായ രീതിയിൽ ഒരു സുരക്ഷാ ബോർഡോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു അപകടം നടക്കുന്നത്. അതായത് ദേശീയപാതയിലെ സർവീസ് റോഡിന് കുറുകെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓടയിൽ ആണ് ഈ യുവാവ് ഇരുചക്ര വാഹനത്തിൽ എത്തുമ്പോൾ നിയന്ത്രണം തെറ്റി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. 23 വയസ്സായിരുന്നു. കായംകുളം സ്വദേശി ആരോമലാണ് ഇന്നലെ മരണപ്പെടുന്നത്. ഉടൻ തന്നെ കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായതിനെ തുടർന്ന് വണ്ടാനത്തേക്ക് മാറ്റുകയായിരുന്നു. പക്ഷെ ആ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഇയാൾ മരണപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സമാനമായ ഒരു അപകടം കായംകുളത്ത് സമാനമായ സ്ഥലത്ത് തന്നെ വീണ്ടും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. രാത്രി 11 മണിയോടുകൂടി വീണ്ടും വേറൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന അശാസ്ത്രീയമായ രീതിയാണ് ഇത്തരത്തിലേക്ക് അപകടങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്രമീകരണങ്ങളും അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം ജനങ്ങളാകത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രദേശത്തൊരു ഇലക്ട്രിസിറ്റി
പോസ്റ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. വെളിച്ചമില്ലാത്ത പ്രദേശം കൂടിയാണ്. അതൊക്കെ തന്നെയാണ് ഇത്തരത്തിലേക്ക് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനുള്ള കാരണമായി നാട്ടുകാർ തന്നെ സൂചിപ്പിക്കുന്നത്. പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി ജനങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ ഇപ്പോൾ ആലപ്പുഴ. ശരി അജയ്, മനസ്സിലാക്കുന്നു. അജയ് സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ കായംകുളം ദേശീയപാതയിൽ അപകടം പതിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ്നാഥ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല സിഇഒ ഇലോൺ മസ്കും തമ്മിലുള്ള വാക്പോര് രൂക്ഷമാകുന്നു. മസ്കിന്റെ കമ്പനികൾക്കുള്ള സർക്കാർ സഹായം നിർത്തലാക്കണമെന്ന് ട്രംപ്. മസ്കുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം ഇനി തുടരുമോ എന്ന് സംശയമെന്നും ട്രംപ്. അതേസമയം ട്രംപിനെതിരെ ഗുരുതര ആരോപണവുമായി മസ്കും രംഗത്തെത്തി. ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ആരോപണ ഡയറിയിൽ ട്രംപിന്റെ പേരുണ്ടെന്ന് മസ്ക് പറയുന്നു. ട്രംപ് മസ്ക് പോര് കടുത്തതിന് പിന്നാലെ ടെസ്ല ഓഹരികളിൽ 14% ഇടിവ് രേഖപ്പെടുത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെക് ശതകോടീശ്വരൻ എലോൺ മസ്കും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായിരിക്കുകയാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി ട്രംപ് അവതരിപ്പിച്ച നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് തുടരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മസ്കിന്റെ വിമർശനത്തിൽ താൻ നിരാശനാണ് എന്ന തുറന്ന പറച്ചിലുമായി ട്രംപ് രംഗത്തെത്തിയത്. മസ്കിനെ താൻ ധാരാളം സഹായിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി തന്നെക്കുറിച്ച് മോശമായൊന്നും മസ്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ വൈകാതെ അതുണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. പരസ്പരമുള്ള മികച്ച ബന്ധം തുടരുമോ എന്നുറപ്പില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വൈദ്യുത വാഹനങ്ങൾക്കുള്ള ഉപഭോക്തൃ നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതിനാലാണ് മസ്ക് ഈ ബില്ലിനെ എതിർക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറുകൾ ട്രംപ് നിർത്തലാക്കിയാൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഉടൻ പിൻവലിക്കുമെന്ന ഭീഷണിപ്പെടുത്തലുമായി ഇലോൺ മസ്കും രംഗത്തെത്തി. ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ആരോപണ ഡയറിയിൽ ട്രംപിന്റെ പേരുണ്ടെന്നും എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവരാത്തത് ഇതിനാലാണെന്നും മസ്ക് എക്സിൽ കുറിച്ചു. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന സമൂഹമാധ്യമത്തിൽ വന്ന അഭിപ്രായ സർവേയിൽ മസ്ക് അനുകൂല നിലപാടും രേഖപ്പെടുത്തി. അനാവശ്യ ചെലവുകൾ കുറച്ച് സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയാണ് ട്രംപ് സർക്കാരിൽ ഇലോൺ മസ്ക് വഹിച്ചിരുന്നത്. ഇതിനിടെ 2025 ആദ്യപാദത്തിൽ ടെസ്ലയുടെ വരുമാനം 13% കുറഞ്ഞു. രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ടെസ്ലയുടെ വാഹന വിൽപ്പനയെ ബാധിക്കുകയും വരുമാനം 13% കുറയുകയും ചെയ്തതോടെ ഓഹരി ഉടമകളുടെ സമ്മർദ്ദം കൂടിയായതോടെ ചുമതലയേറ്റ 130 ദിവസം പിന്നിട്ട മെയ് 28 ഡോഡ്ജിൽ നിന്ന് മസ്ക് രാജിവെക്കുകയായിരുന്നു. പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നികുതി നിയമത്തിനെതിരെ വിമർശനവുമായി മസ്ക് രംഗത്തെത്തിയത്. അതിനിടെ ട്രംപ് മസ്ക് പോരാട്ടത്തിനിടയിൽ ടെസ്ലയുടെ ഓഹരികൾ വീണ്ടും 15% ഇടിഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഗൾഫ് നാടുകളിൽ ഇന്ന് ബലിപെരുന്നാൾ. പ്രാർത്ഥനാമുഖരിതമായി പള്ളികൾ. ഹജ്ജിന്റെ പ്രധാന ഭാഗമായ അറഫ സംഗമത്തിന് ശേഷം ഇന്നലെ മുസ്ദലിഫയിൽ രാപ്പാർത്ത ഹാജിമാർ ഇന്ന് പുലർച്ചെ വീണ്ടും മിനായിലേക്ക് പുറപ്പെട്ടു. ഹാജിമാർക്ക് ഇന്ന് ഏറ്റവും തിരക്ക് കൂടിയ ദിവസമാണ്. ഇന്നലെ മുസ്ദലിഫയിൽ രാപ്പാർത്തതിനു ശേഷം ഹാജിമാർ ഇന്ന് പുലർച്ചെ വീണ്ടും മിനായിലേക്ക് പുറപ്പെട്ടു. മിനായിലെത്തുന്ന ഹാജിമാർ ജംറത്തുൽ അക്ബയിൽ ആദ്യ കല്ലേറ് നിർവഹിക്കും. തുടർന്ന് ബലികർമ്മവും മുടി നീക്കം ചെയ്യലും മക്കയിൽ ചെന്ന് കഅബ പ്രദക്ഷിണവും നിർവഹിക്കും. ശേഷം ഇഹ്റാമിൽ നിന്ന് വിടവാങ്ങി ഹാജിമാർ തഹ്ലുലാകും. 2 ദിനം കൂടി ഹാജിമാർ മിനായിൽ കഴിച്ചു കൂട്ടുകയും കല്ലേർ കർമ്മം നിർവഹിക്കുകയും ചെയ്യും. പിന്നീട് നാട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒരിക്കൽ കൂടി കഅബയെ പ്രദക്ഷിണം നടത്തുന്നു. ഇതോടെ ഈ വർഷത്തെ ഹജ്ജിന് പരിസമാപ്തിയാകും. സൗദിയിലും മറ്റിതര ഗൾഫ് നാടുകളിലും ഇന്ന് സ്വദേശികളും വിദേശികളും പെരുന്നാൾ ആഘോഷിച്ചു. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഇന്നലെ മുസ്ദലിഫയിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണക്കുറവ് കാരണം 24 മണിക്കൂർ സേവനം ഇല്ലാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. വൈറൽ പനി വ്യാപിക്കുമ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് രോഗികളെ ഏറെ ദുരിതത്തിലാക്കുകയാണ്. മഴയാരംഭത്തിൽ തന്നെ വൈറൽ പനിയും ഡെങ്കിപ്പനിയും മലയോര മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 15 ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട പൂടങ്കല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവത്താൽ 24 മണിക്കൂറും സേവനം ലഭിക്കാത്തത് രോഗികളെ ഏറെ ദുരിതത്തിലാക്കുകയാണ്. 15 ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട മലയോരത്തെ താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ 7 ഡോക്ടർമാർ മാത്രമാണുള്ളത്. ഇതിലൊരാൾ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയിലേക്ക് മാറിയതോടെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ഇല്ലാതായി. സാധാരണ ജനവിഭാഗത്തിന് രാത്രികാലത്ത് ചികിത്സ തേടണമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7ഓളം പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ്. കർഷക തൊഴിലാളികളും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പനി മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ
പനത്തടിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും രോഗം മൂർധന്യാവസ്ഥയിലേക്ക് എത്തും. 14ഓളം ഡോക്ടർമാർ വേണ്ടെടുത്ത് 7 പേരെ ഡ്യൂട്ടിക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. സർജറിയിലും കുട്ടികളുടെ വിഭാഗത്തിലുമായി 2 വിദഗ്ധ ഡോക്ടർമാർ, 3 സിവിൽ സർജൻ, 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ 15 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത്. വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിൽ ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉച്ചകഴിഞ്ഞുള്ള OPയും മുടങ്ങുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷി പാടെ നശിച്ചു. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏലം കൃഷി സാവധാനം ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയപ്പോഴാണ് അതിതീവ്ര മഴയും കാറ്റും വില്ലനായി എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കിയിൽ 1159 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 200 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായാണ് പ്രാഥമിക കണക്ക്. 1,40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത്. 100 കണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും. ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി വരെ സ്വർണം പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കൃഷി ഇങ്ങനെ ചെയ്ത് നിലവിൽ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ സാഹചര്യത്തിൽ ഇത്രയും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറേ വർഷത്തെ അധ്വാനവും പ്രതീക്ഷയാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്കൊപ്പമെത്തിയ കാറ്റാണ് ഇത്തവണ വില്ലനായത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചെടികൾ നശിച്ചു. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ നിരവധി കർഷകരുടെ ഏലം കൃഷി പാടെ നശിച്ചിരുന്നു. കടം വാങ്ങിയും മറ്റും വീണ്ടും പുതിയ കൃഷി ഇറക്കിയപ്പോഴാണ് മഴയും കാറ്റും വില്ലനായി എത്തിയത്. ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ വേനലേൽപ്പിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. ഈ പ്രാവശ്യത്തെ കാറ്റും മഴയും നമ്മൾ ചതിച്ചു. ലോൺ എടുത്തും ഗോൾഡ് പണയം വെച്ചും കുടുംബശ്രീ വഴിയായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി ലോണൊക്കെ എടുത്തൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പം സഹിക്കാൻ പറ്റുന്നില്ല. സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായമുണ്ടായാൽ മാത്രമേ ഇനി കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. വർഷങ്ങൾക്ക് ശേഷം ഒരു ഒത്തുചേരൽ. സ്കൂൾ മുറ്റത്ത് കളിച്ചിരിയുമായി അവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അതൊരു കരുതലിന്റെ സ്നേഹം പങ്കിടൽ കൂടിയായിരുന്നു. കൊല്ലം പാരിപ്പള്ളി അമൃത വിദ്യാലയത്തിലായിരുന്നു ഈ സ്നേഹ കൂട്ടായ്മ. വർഷം 2000. അന്നിവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 25 വർഷങ്ങൾക്കു ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ക്ലാസ് മുറിയിലെ കുരുത്തക്കേടുകളാണ് ആദ്യം ഓർത്തെടുത്തത്. പിണക്കങ്ങളും ഇണക്കങ്ങളും പരിഭവങ്ങളും അവർ പങ്കുവച്ചു. ക്ലാസ്മേറ്റ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു ഈ കൂടിച്ചേരൽ. ഞങ്ങളെക്കാളും മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ പേർ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെല്ലാവരും അത് മികവുറ്റ രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നീട് മഠത്തിൽ പോയി അമ്മയുടെ അനുവാദം വാങ്ങി. അമ്മ ഞങ്ങൾക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മഠത്തിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നു. എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ പ്രിൻസിപ്പളായാലും മറ്റ് സ്വാമി ആയാലും സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സ്വാമി ആയാലും കൃഷ്ണപ്രസാദ് സ്വാമി ആയാലും അവരൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. എല്ലാവരുടെയും കൂടെ കഠിനമായൊരു സഹകരണത്തോടു കൂടിയാണ്, നല്ലൊരു സഹകരണം ഉണ്ടായതുകൊണ്ടാണ് 25 വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഒരു സ്വപ്നതുല്യമായ പദ്ധതിയാണ് ഈ പദ്ധതി നമുക്കിവിടെ ഇന്ന് നടത്താൻ കഴിഞ്ഞത്. കൂടെ പഠിച്ചിരുന്ന കാഴ്ചപരിമിതിയുള്ള സൗമ്യയ്ക്ക് ഈ കൂട്ടുകാർ അന്നും ഇന്നും ഒരു കൈത്താങ്ങാണ്. ഇനി എന്നും ഒരു കരുതൽ ഈ സ്നേഹക്കൂട്ടായ്മ ഒരുക്കുമെന്ന അവർ ഈ കൂടിച്ചേരലിൽ ഉറപ്പുവരുത്തി. ചടങ്ങിൽ കൂട്ടുകാരുടെ സ്നേഹനിധി സൗമ്യയ്ക്ക് പാരിപ്പള്ളി അമൃത സ്കൂൾ ഇൻചാർജ് സുനിൽ സ്വാമി കൈമാറി. എനിക്ക് ഇവരെല്ലാം കാര്യം കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവർ ചെയ്തുന്ന സഹായം അതിലും വലിയ സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കാറുണ്ട്, അതിലൊക്കെ ഞാൻ വളരെ സന്തോഷവതിയാണ്. വഴികാട്ടികളായ അധ്യാപകരെയും ഇവർ മറന്നില്ല. സ്നേഹശാസനകളിലൂടെ മാർഗദീപം പകർന്നവരെ സ്നേഹ പൊന്നാടകൾ കൊണ്ട് ആദരിച്ചു. പാരിപ്പള്ളി അമൃത സ്കൂളിൻ്റെയും കൊല്ലം അമൃതാനന്ദമയി മഠത്തിൻ്റെയും പൂർണ്ണ പിന്തുണയോടെയായിരുന്നു അമൃതം ഗമയ എന്ന് പേരിട്ട ഈ സ്നേഹക്കൂട്ടായ്മ ഒരുക്കിയത്. അമൃത ന്യൂസ്, കൊല്ലം. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണി എങ്ങനെ ആയിരിക്കും? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ ഏറ്റക്കുറച്ചിലുള്ള തോത് കുറച്ചധികമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ചെറുകിട നിക്ഷേപകരും നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ സജീവമായി ഇടപെടുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി നിക്ഷേപ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ ഇന്നലെ നേരിയ തോതിലാണെങ്കിൽ കൂടി ഇന്നലെ അവർ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ മികച്ച തോതിൽ തന്നെ വിപണിയിൽ നിക്ഷേപം നടത്തുന്നത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായി പ്രവർത്തിക്കുന്നുണ്ട്.
എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സാങ്കേതികമായി 25,000 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്നില്ല എന്ന് മാത്രമാണ്. 25,000 ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിക്ക് മുന്നോട്ട് നീങ്ങാനുള്ള തുടർച്ചയെ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ 24,500 എന്നുള്ള നിലവാരം അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഒരു രണ്ട് നിലവാരത്തിന് ഇടയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ നിക്ഷേപം തുടരുന്നത്. ഇന്ന് റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിന് ശേഷമുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളായി റിസർവ് ബാങ്കിന്റെ യോഗം നടക്കുകയാണ്. ഇന്ന് അതിന്റെ തീരുമാനം പുറത്തുവരും. അത് വിപണിയെ സ്വാധീനിക്കുകയും ചെയ്യും. അത് കണ്ടുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിൽ ഇന്നലെ ഒരു നിക്ഷേപ താല്പര്യം കാണുകയും ചെയ്തിരുന്നു. നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും 4% നിരക്ക് കുറച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ദിലീപാണ് വിപണി വിലയിരുത്തൽ നടത്തിയത്. മൊബൈൽ വിപണന രംഗത്ത് കുതിപ്പ് തുടർന്ന മൈജി. ഗ്ലോബൽ സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ ടെക്നോപോവ കർവ് 5Gയുടെ ഒഫീഷ്യൽ ലോഞ്ച് കോഴിക്കോട് ബാലുശ്ശേരി മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ചലച്ചിത്ര താരം മഹിമ നമ്പ്യാർ നിർവഹിച്ചു. ടെക്നോപോവ കർവ് 5G ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് മൈജി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതെന്ന് മൈജി ജനറൽ മാനേജർ രതീഷ് കുട്ടത്ത് പറഞ്ഞു. മൾട്ടിലിംഗ്വൽ സപ്പോർട്ട്, AI കോൾ അസിസ്റ്റന്റ്, AI ഓട്ടോ ആൻസർ തുടങ്ങി എല്ലാ AI ഫ്യൂച്ചറോടുകൂടിയാണ് ടെക്നോപോവ കർവ് 5G വിപണിയിലെത്തിയിരിക്കുന്നത്. കണക്ടിവിറ്റിക്കായി ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നതാണ് ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ സിം കാർഡും സിഗ്നലും ഇല്ലാതെ തന്നെ പോവ കർവ് ഫോണുകൾ തമ്മിൽ 800 മീറ്റർ വരെ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും സാധിക്കും. ബാലുശ്ശേരി മൈജി ഫ്യൂച്ചർ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം മഹിമ നമ്പ്യാർ പോവ കർവ് 5Gയുടെ ലോഞ്ചിങ് നിർവഹിച്ചു. മൈജിനെ പറ്റി നമുക്കറിയാം, ലോകോത്തര ബ്രാൻഡുകളൊക്കെ ആദ്യം കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൈജിയാണ്. അപ്പോൾ ഞാൻ ഫോൺ കണ്ടു. വളരെ സ്ലീക്കായ, വളരെ എലഗൻ്റായ ഡിസൈനാണ്. ഇപ്പോൾ 3 ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു 4th ഷെയ്ഡും കൂടെ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ ക്യാമറ കാര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്തതാണ്. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇന്ന് തൊട്ട് ഫോൺ വാങ്ങാവുന്നതാണ്. 5G വിയോ വൈഫൈ ഡുവൽ പാസ്, ഇന്റലിജന്റ് സിഗ്നൽ ഹബ് സിസ്റ്റം തുടങ്ങി മികച്ച നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കാൻ നിരവധി ഫീച്ചറുകളും ഫോണിലുണ്ടെന്ന് മൈജി ജനറൽ മാനേജർ രതീഷ് കുട്ടത്ത് പറഞ്ഞു. മൈജിയിൽ കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഷോറൂമുകളും ഇതിൻ്റെ ഡെമോ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ സ്റ്റോറുകൾ വിസിറ്റ് ചെയ്യുക. നോൾഡി സെയിൽ സ്റ്റാർട്ട് കഴിഞ്ഞു. ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധം തന്നെയാണ് ടെക്നോയുമായിട്ട് മൈജി തുടർന്നു കൊണ്ടുപോകുന്നത്. മാജിക് സിൽവർ, നിയോൺ സിയാൻ, ഗ്രീക്ക് ബ്ലാക്ക്, സൈബർ ഓറഞ്ച് തുടങ്ങി വിവിധ നിറങ്ങളിൽ മൈജിയിൽ ഫോണുകൾ ലഭ്യമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. യുവേഫ നേഷൻസ് ലീഗിൽ സ്പെയിൻ ഫൈനലിൽ. സെമി ഫൈനലിൽ ഫ്രാൻസിനെ 4-നെതിരെ 5 ഗോളുകൾക്കാണ് തകർത്തത്. ഫൈനലിൽ പോർച്ചുഗലാണ് സ്പെയിനിന്റെ എതിരാളികൾ. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.